Through the pain, every mile is worth. ഹായ്, എന്താ സുഖല്ലേ? ലിവർപൂളിൽ നമ്മൾ കാർ ഓടിച്ചു, ബൈക്ക് ഓടിക്കുന്നു, ഒക്കെ കറങ്ങി നടക്കുക. പക്ഷെ നല്ല ഒരു മെക്കാനിക്കൽ ഷോപ്പ് തപ്പുമ്പോഴാണ് ഏറ്റവും വലിയ പണി കിട്ടുന്നത്. അത് ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയൊരു ഹെൽപ്പായിട്ടിരുന്ന ഒരാളുണ്ട്. ഞങ്ങൾ സ്നേഹത്തോടെ സൂയിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന ജോസഫ് ഏട്ടൻ. അപ്പം പുള്ളി ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്യാരേജ്. ഒരു വലിയ അക്കോംപ്ലിഷ്മെൻ്റാണ്. നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സർവീസിന്. വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന, ആളെ അറിയുന്ന നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനായിട്ടുള്ള സൂയിച്ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. കാമോ. അപ്പോൾ നമ്മൾ സൂയിച്ചേട്ടൻ്റെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സൂയിച്ചേട്ടനെ ഒന്ന് കാണാം. സൂയിച്ചേട്ടനെ നമുക്ക് എന്തായാലും അകത്ത് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. നല്ല ബിസി അദ്ദേഹം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഈ ഗ്യാരേജ് ഉണ്ടോ, എങ്ങനെ കളിച്ചാലും ഒരു 30ഓളം വരുന്ന കാറുകളോ വണ്ടികളോ, ഇനി നിങ്ങൾക്ക് ഇനി ട്രാവലർ ഉണ്ടോ, നിങ്ങൾക്ക് ഇനി ക്യാരവാൻ ഉണ്ടോ, എന്തുകൊണ്ടെന്നാലും ബസ് വരെ കയറ്റി പണിയുന്ന പുള്ളി പറഞ്ഞേക്കുന്നത്. അതുപോലുള്ള ഇതുണ്ട്, സ്പേസ് ഉണ്ട് ഇതിനകത്ത്. സൂയിച്ചേട്ടൻ എന്തോ തകൃതി പിടിച്ചുള്ളൊരു പണിയിലാണ്. ഓക്കെ, അവിടേക്ക് ഒന്ന് നോക്കാം. സൂയിച്ചേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ഒരു ക്രിക്കറ്റിനെ നെച്ചിടാനുള്ള സ്ഥലമുണ്ട്. സൂയിച്ചേട്ടാ, യെസ്, അതാ ഇതാണ് നമ്മുടെ ലിവർപൂളിൻ്റെ ഇപ്പോഴത്തെ താരം, ഞങ്ങളുടെ സ്വന്തം സൂയിച്ചേട്ടൻ ജോസഫ് പൈലി. സൂയിച്ചേട്ടാ, അപ്പോൾ നമുക്ക് ഈ ലിവർപൂളിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാവരും പറയും നല്ല ഫുഡ് കിട്ടാത്തതാണ്. ഞാൻ പറയും ഫുഡിൻ്റെ അല്ല എന്ന് പറയും. കാരണം ഈ ഫുഡ് കിട്ടണേ നമ്മൾ കയ്യിൽ കാശാണല്ലോ. വണ്ടി ഓടുന്ന പിള്ളേരുണ്ട് ഇവിടെ. പിള്ളേരെ മേടത്തോളം വണ്ടി എവിടെയെങ്കിലും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പേര് ഒന്ന് കാണിച്ച പറയാം അതങ്ങ് മാറ്റ്, അല്ലെ കുറച്ച് പേര് പറയും അയ്യോ ഉള്ളൂല്ല, അത് മൊത്തത്തിൽ പോയെന്ന് പറയും അല്ലേ. അതേ സമയത്ത് ഞാൻ വളരെ പേഴ്സണലായിട്ട് നിങ്ങളുടെ അടുത്ത് കൊണ്ടു തന്നപ്പോൾ നിങ്ങളെനിക്ക് വണ്ടി പണിത് തന്നു. സൂചന ഈ അധികം പേര് ഇവിടെ മെക്കാനിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. സൂചന എനിക്കറിയാം, സൂചന ഒരു നല്ലൊരു ബാക്ക് ലെഗസി ഉണ്ട് ഇതിനകത്ത്. സൂചന അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തൊന്ന് പറയാമോ? എനിക്ക് ഈ ഓട്ടോമൊബൈൽ ഫീൽഡായിട്ട് വളരെ അടുപ്പമുണ്ട്. കാരണം എൻ്റെ ഫാമിലി പപ്പയായിട്ട് തന്നെ, പിന്നെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. ഞാനിതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ. പിന്നെ എൻ്റെ പപ്പ അവിടെ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ റിട്ടയർഡായി നാട്ടിലുണ്ട്. അപ്പം പാഷനേറ്റഡ് ആണ് ചേട്ടൻ. അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു ചെറിയ സിനിമാടനാട്ടോ. അത് ചെറുതല്ല, വലിയ സിനിമാടൻ എന്ന് പറയണം. ഒരു 1983 മൂവിയിലെ ഒരു സിനിമാടനാണ്. നിങ്ങൾക്ക് പല സീനുകളിൽ ഇദ്ദേഹത്തെ കാണാൻ പറ്റും. അതുപോലെ CCLൻ്റെ കോച്ച്, ഞങ്ങളുടെ സ്വന്തം ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ച്. സൂചിച്ചോ, സർവീസുകൾ എന്ന് പറയുമ്പോൾ എന്താണ് മേജറായിട്ടുള്ള സർവീസിങ് വരുന്നത്? മേജർ സർവീസ് പറയുമ്പോൾ ഓയിൽ സർവീസ് വരും. പിന്നെ ഇപ്പോൾ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു 60-70 എബോവ് ഓടിയ വണ്ടികൾക്കെല്ലാം DPF പ്രോബ്ലംസ് ഇതൊക്കെ വരുന്നുണ്ട്. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ക്ലീനിങ് സർവീസോ അങ്ങനെയൊക്കെ വളരെ കുറവാണ്. ഇവിടെ ഒരു റിപ്പയറിംഗ് ഇല്ല, എല്ലാം റീപ്ലേസ്മെൻ്റ് എന്നാണ് ഇവരുടെ ഒരു തിയറി. അപ്പോൾ ഞാൻ അതിനെ അപേക്ഷിച്ച് എനിക്ക് ഇപ്പോൾ ഒരു DPF ഒരു പ്രോബ്ലം വന്നാൽ എനിക്കത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. വെരി ഗുഡ്. നമുക്ക് അതിനുള്ള എല്ലാ ഈവൻ റീമാപ്പിംഗ് വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ നമ്മുടെ ടൂൾസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. സ്നാപ്പ് ഓൺ ടൂൾസ്, ഹാൽഫോൾ ടൂൾസ്, ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ സ്കാൻ ചെയ്യുന്ന സ്നാപ്പ് ഓണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സ്നാപ്പ് ഓൺ ടൂൾ ഉപയോഗിച്ചാണ് സ്കാനിങ് നടക്കുന്നത്. അത് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് നമുക്ക് കീ മേക്ക് ചെയ്യാം, കീ പ്രോഗ്രാമിംഗ് ചെയ്യാം. പിന്നെ ഡോറ് സിസ്റ്റം, ECM, റീമാപ്പിംഗ്, അങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റംസ് നമുക്ക് അതിനകത്ത് പ്രോഗ്രാം ചെയ്യാം. പിന്നെ ഇത് ഇന്നലെ 2 ദിവസമായി വന്നത്. ഇത് റീമാപ്പ് ചെയ്യാൻ വന്ന വണ്ടിയാണ്. റീമാപ്പ് ചെയ്യാൻ സ്റ്റേജ് 1 കഴിഞ്ഞു. വണ്ടി ഓക്കെയാണ്, കസ്റ്റമർ വെയിറ്റ് ചെയ്യാണ്, കൊടുക്കും. പിന്നെ ഒരു വണ്ടി വീട്ടോ, അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ്, സസ്പെൻഷൻ, റിയർ ബ്രേക്ക് പാഡ് എല്ലാം കഴിഞ്ഞു. റിയർ ബ്രേക്ക് പാഡ് എല്ലാം കമ്പ്യൂട്ടർ അലൈൻമെൻറ്റഡ് ആണ്. ഇച്ചിരി ടഫാണ് ചെയ്യാൻ, പക്ഷേ എന്നാലും ചെയ്തെടുത്തു കഴിഞ്ഞു. അപ്പം ഇത് ഡെലിവറി റെഡിയാക്കി കിടക്കുകയാണ്. ഡെലിവറി റെഡിയാണ്. ഓക്കെ, സൂൺ ഇവനെയും ഇറക്കും. ഇതിപ്പോൾ ഇന്ന് നൈറ്റ് ഇത് തന്നെ ഇത് പോകും. അപ്പോൾ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യുന്നില്ല, മീൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യുന്നില്ല, ആളുകളുടെ ടൈമിൽ പെട്ടെന്ന് തീർത്ത് വിടുന്നു. ഹാപ്പിനെസ് ആണ് നമ്മുടെ സന്തോഷം. യെസ്, അങ്ങനെ തന്നെ ആവട്ടെ. അധികം ആൾക്കാർ നോക്കാത്തൊരു സാധനമാണ് കസ്റ്റമർ റിസ്കിങ് എന്ന് പറയുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ പലയിടത്തും അങ്ങനെയല്ല. അങ്ങനെ ആവുന്നതിൽ വളരെ സന്തോഷം. അപ്പം എന്താ പറയുക,
ഇവിടെ ഏറ്റവും ഇതായിട്ട് ഞാൻ കാണുന്നത് ഇതിന്റെ ഒരു കപ്പാസിറ്റി ഭയങ്കരമാണ്. വണ്ടി സേഫ് ആയിട്ട് ഇടാം. ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ പാർക്കിങ്ങിന് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. സുചിത്ര, ഇവിടെ എങ്ങനെയാണ് പാർക്കിംഗ്? ഇവിടെ പുറത്ത് എനിക്ക് തോന്നുന്നു ഔട്ട്സൈഡ് നമുക്ക് പാർക്കിങ്ങിന് പ്രശ്നമൊന്നുമില്ല, പാർക്ക് ചെയ്യാം. പക്ഷേ ഒരു ടൈം പീരീഡ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ കൂടുതലും വണ്ടി അങ്ങനെ ബ്ലോക്ക് ചെയ്യാറില്ല. ഞങ്ങൾക്ക് വർക്കുള്ള വണ്ടി മാത്രമേ ഞങ്ങൾ അകത്തിടാറുള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു എനിക്കൊരു ഈ ബേയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-25 വണ്ടിയുടെ പോകുന്നത് എനിക്ക് തോന്നുന്നു. ഞാനത് വന്നപ്പോൾ തന്നെ അത് നോട്ടീസ് ചെയ്തു. കാരണം സേഫ് ആയിട്ട് വണ്ടി എങ്ങനെ ഈ രാജ്യത്ത് സത്യം പറഞ്ഞാൽ നല്ല തെഫ്റ്റ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് സേഫ് ആയിട്ട് അടച്ചുറപ്പുള്ള ഒരു ബിൽഡിങ്ങിനകത്ത് കയറ്റിയിടുന്നത് വലിയ കാര്യം തന്നെയാണ്. സുചിത്ര, ഈ ഒരു സംരംഭം തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ ചിലർ ഭയങ്കര വലുതായിട്ട് പ്രൊജക്ട് ചെയ്യാറുണ്ട്, ചിലർ പറയാറുണ്ട് വളരെ എളുപ്പമാണ്, അവർ പറയാറില്ല, ഒതുക്കി വെക്കാറുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ ചില കാര്യങ്ങൾ. അതായത് ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി ചേട്ടൻ എന്തൊക്കെ രീതിയിലാണ്, എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് കടന്നു പോയത് ഒന്ന് പറയാമോ? ഇവിടെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, ഈസി പ്രോസസ്സാണ്. നമുക്ക് അങ്ങനെ വലിയ ടഫിലെല്ലാം ഓൺലൈനിലാണ് വരുന്നത്. കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാം, ബിസിനസ് റേറ്റ്സ് ഉണ്ട് അതിന്. ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിംഗ് കണ്ടെത്തുക, അതിൻ്റെ അഗ്രിമെൻറ്റ് വെക്കുക, അഗ്രിമെൻറ്റ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യാം. ചെറിയ പൈസ ആവുന്നുള്ളൂ അതിനൊക്കെ. അതുള്ള ഈസി പ്രോസസ്സാണ്. ഞാൻ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം ഇതിനെ കുറിച്ചല്ല, പിന്നെ ഞാനും എൻ്റെ പാർട്ണർ ജെറി ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു. അപ്പം ഞങ്ങൾക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത വൈസ് കെയർ നമ്മുടെ സ്വരൂപായി. പുള്ളി ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയാണ് ഇതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും ഓൾമോസ്റ്റ് എനിക്ക് റെഡിയാക്കി തന്നത്. അപ്പോൾ ഇത് വലിയൊരു പ്രോസസ്സല്ല, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു നോർമൽ പ്രോസസ്സാണ്. ഒരു കമ്പനി രജിസ്ട്രേഷൻ, ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക, അത് അവിടെ നിന്നാണ് നമുക്ക് ജസ്റ്റ്. പിന്നെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട്, സ്കില്ല്. ഓബിയസ്ലി സ്കില്ലില്ലാത്ത ആൾ ഫീൽഡിലേക്ക് വന്നിട്ട് കാര്യമില്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞ പോലെ UK എനിക്ക് തോന്നുന്നു ബിസിനസ് ഒരു സംരംഭം തുടങ്ങാൻ അത്ര വലിയ പാടൊന്നുമില്ല. നമുക്ക് UK ഗവൺമെന്റ് അതിന് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചേട്ടാ ഒരു ഡൗട്ട് ചോദിക്കുന്നത്, ഈ വലിയൊരു ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഇത് കണ്ടുപിടിക്കും, ആദ്യം ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ ബിൽഡിംഗ് രജിസ്റ്റർ ചെയ്യുന്നു, അതിനുശേഷം കൗൺസിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതാണ് അതിന്റെ ഒരു സ്റ്റെപ്പ് അല്ലേ? സ്റ്റെപ്പ് അതങ്ങനെയാണ് രജിസ്ട്രേഷൻ. പിന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വരും, ബാറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. ഈ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും, നല്ല രീതിയിൽ കളിക്കും, കോച്ചാണ്. അതായത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് സർട്ടിഫൈഡ് കോച്ചാണ്. അത് ഒരു അഭിമാനമാണ് ഒരു മലയാളിക്ക് സത്യമായിട്ടും പറയാൻ. കുറച്ച് പേരാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രിക്കറ്റ് കളി എങ്ങനെയാണ് തലക്ക് കയറിയത്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ക്രിക്കറ്റ് കളി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്? ഇവിടെ വന്നിട്ടല്ല, ഞാൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാഷനാണ്. ക്രിക്കറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി നമുക്ക് എന്തും പണി ഇല്ലെങ്കിലും ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും. പക്ഷേ ലിവർപൂൾ സൂപ്പർ കിങ്സ് എന്നെല്ലാം എല്ലാ ടീമുകളിലും ചേർന്ന് നല്ലൊരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും കോച്ച് എന്നാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ, അത് വലിയ കാര്യമാണ്. അപ്പം സംതിങ് സ്പെഷ്യൽ ഫോർ ദ ക്രിക്കറ്റേഴ്സ് എന്താണ് ഉള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ ക്ലബിലെ എല്ലാവർക്കും, എന്റെ പേരിൽ ഇവിടെ വരുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട്. So cricketers, irrespective of any clubs. Cricketers. Okay. അപ്പോൾ ക്രിക്കറ്റേഴ്സിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. അതെന്താണോ അതിന്റെ വർക്കിനനുസരിച്ചാണോ എങ്ങനെയാ? ഓക്കെ. അപ്പൊ ഇനി എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ട്. ചേട്ടന്റെ വൈഫ് ഒരു നേഴ്സാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം NHS-കാർക്ക് എന്തുണ്ട്? NHS-കാർക്കും ഉണ്ട്. അപ്പൊ ബ്ലൂ നൈറ്റ് കാർഡുകാർക്കും ഡിസ്കൗണ്ട്. All right. So റേറ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ, എനിക്ക് തോന്നുന്നു പണി അനുസരിച്ചായിരിക്കും അല്ലേ? നമ്മൾ രണ്ട് ഇതിലായിട്ട് സംസാരിച്ചു. സ്റ്റുഡൻസ് പിള്ളേർ ഡൊമിനോസിൽ ഡെലിവറി ഓടുന്നുണ്ട് 20 hours ഫില്ല് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ എന്താ പറയാ, എവരി പോലുള്ള പാർസൽ ഡെലിവറികൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ട് PSW അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് റൂട്ടിൽ നിൽക്കുന്ന കുട്ടികൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇച്ചിരി പൈസ കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടോ? അവർക്കും ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, പേയ്മെന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, ഞാൻ അത് ബ്രേക്കപ്പ് ചെയ്ത് കൊടുക്കും. ബ്രേക്കപ്പ് ഓപ്ഷൻ, ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻസ് ഉണ്ട്. വെരി ഗുഡ്. മന്ത്ലി £100 ആണെങ്കിൽ 2 times പേ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2 months പേ ചെയ്യാം. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പല കുട്ടികളും ഇവിടെ വരാറുണ്ട്. അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കഷ്ടപ്പെട്ടാണ്. ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം വന്നപ്പോഴായിരിക്കും ഇച്ചിരി കൂടെ അല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, അതായത് സ്വന്തമായിട്ടൊരു സ്ഥാപനം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ചിറകുകൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ തണലൊരുക്കാൻ റെഡിയാവുകയാണ്. താങ്ക് യു സുജി ചേട്ടാ, റിയലി താങ്ക് യു. അപ്പം ഒന്നുകൂടെ ഒന്ന് കറങ്ങി കാണണം ഈ ചുറ്റുവട്ടം. ഒരു കാര്യം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ, ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡില്ല. ഈ കടയ്ക്ക് ഒരു ബോർഡിന്റെ ആവശ്യമില്ല. ഇത് സുയിയുടെ കട നാട്ടിൽ പറയാമെന്ന് പറയുന്ന പോലെ സുയിസ് ഗാരേജ്. പക്ഷേ JP മോട്ടോർ ഹോം ഒഫീഷ്യൽ നെയിം. JP മോട്ടോർ ഹോമിന് ലിവർപൂളിൽ മാത്രമല്ല UK-യുടെ എല്ലാ സൈഡുകളിലും ബ്രാഞ്ച് ഉണ്ടാവട്ടെ. ഒത്തിരി ആളുകൾക്ക് ജോലി എടുക്കാൻ സാധിക്കട്ടെ. ഒത്തിരി വണ്ടികൾക്ക് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് നിങ്ങളൊരു തണലാവാൻ സാധിക്കട്ടെ. വണ്ടികൾ വേഗം തന്നെ പണിതീർത്ത് വിടുന്ന ഒരു മികച്ച വർക്ക്ഷോപ്പ് ഉടമ അല്ലെങ്കിൽ ഒരു മെക്കാനിക്. പ്രൗഡ് ടു സേ ദ മെക്കാനിക്, വെൽ നോൺ ക്രിക്കറ്റ് പ്ലെയർ. താങ്ക് യു സുജി ചേട്ടൻ. Thank you guys. So JP Motor Home 24/7 open for you for any help.
just ring him. Thank you, guys. താങ്ക് യു.